ഹായ് ഗായ്സ് വെൽക്കം ടു ബോൾഡൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എക്സലിൽ ഡേറ്റ ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ കയ്യിൽ നമുക്ക് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് കിട്ടുന്ന ഡേറ്റ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ചിലപ്പോൾ ക്ലീൻ ചെയ്യേണ്ടി വരാറുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നോയ്സ് വരാറുണ്ട്, കയറി വരാറുണ്ട്, ചില അൺനെസസറി പീക്സ് കയറി വരാറുണ്ട്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു വിഷ്വൽ ബേസിക്കിൻ്റെ കോഡ് ഉപയോഗിച്ച് എങ്ങനെ അത് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ളത് ഒരു 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 സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ട്. അപ്പോൾ ഈ ഡേറ്റ നമ്മുടെ സിറ്റുവേഷൻ അറിയാൻ വേണ്ടി നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം കംപ്ലീറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ഞെക്കി കഴിഞ്ഞാൽ താഴെയുള്ള ഡേറ്റ പോയിന്റ് വരെ സെലക്ട് ചെയ്യും. എന്നിട്ട് ഇതിൽ ഇൻസേർട്ട് കൊടുത്തിട്ട് ഇതിൽ ലൈൻ പ്ലോട്ട് ഉണ്ട്. ഇവിടെ ലൈൻ പ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡേറ്റൻ്റെ സിറ്റുവേഷൻ അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ ഡേറ്റ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ റെഗുലർ ആണ്. പിന്നെ ഈ ഒരു 118 ശേഷം 121 ഒക്കെ എത്തുമ്പോഴേക്കും ഇത് ഷൂട്ട് ചെയ്യാണ്. പിന്നെ ഒരു 700 റേഞ്ചിൽ നിന്നിട്ട് പിന്നെ തിരിച്ച് 127 ആകുമ്പോഴേക്കും താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് ഡേറ്റ പോയിന്റ്സ് നമുക്ക് അൺനെസസറി ആണ്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് നോയ്സ് കാരണം നമ്മളെ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്തതായിരിക്കും. ഇത് എളുപ്പത്തിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റ് 1 by 1 പോയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പക്ഷെ നമ്മളതിൽ ഒരുപാട് ഡേറ്റ ഉണ്ട്. നമ്മൾ ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ലൈനുള്ള ഡേറ്റ ആണെങ്കിൽ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാല്ലാതെ നിർത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇതുപോലെ മൾട്ടിപ്പിൾ പീക്സ് ഉണ്ടെന്ന് വിചാരിച്ചു നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഒരു കോഡ് ഉണ്ടെങ്കിൽ ഇത് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള കോഡാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു കോഡ് ഇപ്പോൾ ഞാൻ നോട്ട് പാഡിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു റേഞ്ച് സെറ്റ് ചെയ്യാം. ഏത് റേഞ്ചിലാണ് നമുക്ക് ഡേറ്റ ക്ലീൻ ചെയ്യേണ്ടത്, നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനേക്കാളും ഈ വാല്യൂവിനേക്കാളും കൂടിക്കഴിഞ്ഞാലാണോ ക്ലിയർ ചെയ്യേണ്ടത് അതോ കുറഞ്ഞു കഴിഞ്ഞാലാണോ ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് നേരെ അത് നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഹോം ഈ പല ടാബ്സിന്റെ കൂട്ടത്തിൽ ഒരു റിബണും കൂടെ ഇവിടെ ആഡ് ചെയ്യണം. അതായത് ഡെവലപ്പർ റിബൺ ആഡ് ചെയ്യണം. ഇപ്പോൾ ഡെവലപ്പർ റിബൺ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ ഓപ്ഷൻസ് എന്നിട്ട് ഇതിൽ കസ്റ്റമൈസ് റിബൺ, അതിൽ ഡെവലപ്പർ ഉണ്ട്, ഓക്കെ അടിക്കുക. അത് അടിക്കുന്നതോടുകൂടെ തന്നെ ഇവിടെ ഡെവലപ്പർ റിബൺ കയറി വരും. അവിടെ വിഷ്വൽ ബേസിക് ഓപ്പൺ ചെയ്യാം. ഈ വിഷ്വൽ ബേസിക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇൻസേർട്ട് എന്ന ടാബ് ഉണ്ട്. ഇൻസേർട്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മൊഡ്യൂൾ ഉണ്ട്. നമ്മൾ നേരെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡേറ്റ ജസ്റ്റ് അതിലോട്ട് കോപ്പി ചെയ്താൽ മതി. ഇതിലോട്ട് കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേഞ്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് റേഞ്ചിൽ നമുക്ക് ഡേറ്റ കിട്ടണം. ഒന്നെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് റേഞ്ച് സെറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഡേറ്റയിൽ വേരിയബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പെസിഫിക് ഭാഗം മാത്രം ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിൽ ഞാൻ 118ഉം 130 ആണ് റേഞ്ച് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് A118 ഓൾ ദ വേ അപ്പ് ടു A113 സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ, സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് റേഞ്ച് അതായത് 100 സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് എനിക്ക് ഈ ഒരു ലൈനിൻ്റെ മുകളിലോട്ടൊരു കാരണവശാലും പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ ഇതാണെങ്കിൽ ക്ലിയർ ചെയ്യാം എന്നും ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് റൺ ചെയ്താൽ മതി. റൺ ചെയ്യുന്നതോട് കൂടെ തന്നെ ആ ഡേറ്റ ക്ലിയർ ചെയ്തു. അത് സ്കെയിൽ ഓട്ടോമാറ്റിക് റീഅഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഡേറ്റ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് ആ 700-ലൊക്കെ കിടന്നിരുന്ന ഡേറ്റ തിരിച്ച് 100-ലോട്ട് നമുക്ക് ആ ഒരു ഡേറ്റ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് ഡേറ്റ ക്ലീനിങ്. എളുപ്പത്തിലുള്ള പരിപാടിയാണ്. നമുക്ക് ഈ ഒരു കോഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡേറ്റ ക്ലീൻ ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.